ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പൂജ വെപ്പാണ്. പൂജ പറഞ്ഞാൽ നമ്മുടെ ദുർഗാ പൂജ. നമ്മുടെ നാട്ടിലൊക്കെ സരസ്വതി പൂജയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെന്താ വെച്ചാൽ 2 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ പറഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ എന്തെങ്കിലും ഒരു 10 ദിവസത്തെ പ്രോഗ്രാമാണ്. നിറച്ചും പാൻഡൽ, അതായത് പന്തലുകളൊക്കെ കിട്ടിയിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, അതിന് ട്രോഫികളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, സൂപ്പറായിട്ടാണ് ഓരോരോ പന്തലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യ ദിവസമൊന്നും കറങ്ങണില്ല, കാരണം ഒരുപാട് ദൂരമാണ്, നല്ല തിരക്കായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അതുപോലെ 4-5 പന്തലുകൾ വലുതുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഇന്ന് അതാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പന്തലാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഫസ്റ്റത്തെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്നത് ഖാദിയായിട്ടുള്ള നമ്മൾ കൈത്തറിയൊക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാൻഡലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അവരുടെ തീം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചെറിയൊരു പാൻഡൽ കാണാനാണ് കേട്ടോ. ഇത് അത്ര വലിയ പാൻഡലല്ല. ഇവിടെ ഈ ദുർഗാപൂജ സമയത്ത് പൂജകളൊക്കെ നടക്കും. പുഷ്പാഞ്ജലി കൊടുക്കാനായിട്ട് ആൾക്കാർ ഒരുപാട് പേര് വരും, ഈ ഭാഗത്തുള്ളവരൊക്കെ. അപ്പോൾ അവിടെ ചെറിയൊരു മേള പോലെ ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് സൈഡിൽ മിക്കി മൗസും ജമ്പിങ്ങും പിന്നെ കാറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ.
ഇത് ഈ ക്ലബിൻ്റെ പേര് പഞ്ചപാട്ട ക്ലബ് എന്നാണ്. അവരാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ന്യൂ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് കേട്ടോ. ഫസ്റ്റത്തെ ഞാൻ പാൻറ്റിൽ കാണിച്ചത് അത് സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. ഇത് ന്യൂ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ടീമിൻ്റെ വകയുള്ള പാൻറ്റിലാണ് കേട്ടോ. ഇത് പ്ലേറ്റ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. പ്ലേറ്റ്, അതുപോലെ അതിൻ്റെ ഗ്ലാസ്, അങ്ങനത്തെ ബൗള്, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ പാൻറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ട് സൂപ്പറായിട്ട് തന്നെ പറയാം. ഒരു പ്ലേറ്റ് കൊണ്ട് ഇത്രയും മനോഹരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോക്കായി പോകും ഇതൊക്കെ കാണുമ്പോൾ. അവരുടെയൊക്കെ ചിന്തകൾ, മറ്റേ ഐഡിയകളൊക്കെ ഉണ്ടല്ലോ, എത്ര നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന് സൂപ്പറാണ്. അടുത്ത് ഞങ്ങൾ പോകുന്നത് അജയ് ശങ്കതി ക്ലബിൻ്റെ പാൻഡൽ കാണാനുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ കാണാം. ഇപ്പോൾ തന്നെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ അവരുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ടിട്ട് പഴയ കാലത്ത് കണ്ടോ, ഇത് ഒരു ചക്രം കിടങ്ങുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ പഴയ കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു സംഭരണി, ഫുഡൊക്കെ സംഭരിച്ചതിൻ്റെയും, പിന്നെ മെയിനായിട്ട് സ്ത്രീകളുടെ അവരുടെ എന്താ പറയുക അധ്വാനം, കഷ്ടപ്പാട്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു തീമാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത്.
വന്നതിന് ശേഷം ഞങ്ങൾ പോകുന്നത് വിവേകാനന്ദ ക്ലബിൻ്റെ പാൻഡൽ കാണാനാണ് കേട്ടോ. ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഇത്രയും മനോഹരമായിട്ടൊരു 5 പാൻഡലുണ്ട് ഞങ്ങളുടെ ചുറ്റുവട്ടം തന്നെ. അപ്പോൾ ഇത് വിവേകാനന്ദ ക്ലബിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പഴയൊരു ഫിലിമിൻ്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് അവർ. ഇതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് പോകുന്നത് ആക്ച്വലിസ് ക്ലബ്ബ് എന്ന് പറയുന്നതിൻ്റെ ക്ലബ്ബുകാരുടെ പാൻഡൽ കാണാനാണ്. ഇവിടെ അതിലും വ്യത്യസ്തമായിട്ട് വേറെ റോബോട്ടിൻ്റെ പോലത്തെ മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ ജീവിതം റോബോട്ട് പോലെയല്ലേ, ആ ഒരു ശൈലിയുമായി ആ ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിൽ കാണാൻ പറ്റും. ഇതൊക്കെ ബോട്ടിലുകളാണ്, വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തുടക്കം തന്നെ കവറുകൾ, കാര്യങ്ങൾ. പിന്നെ മുന്നോട്ട് ചെല്ലുന്തോറും ക്ലോക്കുകൾ കാണാം, പഴയ കാലത്തെ പോലെ വലിയ വലിയ നല്ല ഭംഗിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. റോബോട്ടിൻ്റെ ജീവിതം പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. കുത്തികൾ എന്നൊക്കെ പറയില്ലത് കണ്ടു. ഇവിടെ കാണാം പാവക്കൂത്ത് പോലെ കണ്ട പാവകളെ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഐഡിയ ആണ് അവർ ചെയ്തത്. ഇതും അതിമനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒന്നിനൊന്ന് പറയുക, ഒരു ക്ലബ്ബുകാരേക്കാളും മെച്ചമായിട്ട് അടുത്ത ക്ലബ്ബുകാർ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, നമ്മൾ അതുകളിലൂടെ പോകുമ്പോൾ അതിന് ക്യാമറയിലൂടെ നമ്മുടെ രൂപങ്ങൾ മാറ്റണം. നോക്ക്, ഇത് മുന്നിലത്തെ സ്ക്രീനാണ് കേട്ടോ. ഇതിൽ എൻ്റെ മുഖത്തടക്കം ഒരു റോബോട്ടിനെ പോലെ അവരാക്കിയിട്ടുണ്ട്. അത്രയും സൂപ്പറായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ വേറൊരു പാൻഡലും കൂടി ഉണ്ട്, അതും കൂടിയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയില്ലേ, അപ്പം ഇനി ഇതും കണ്ടിട്ട് തിരിച്ചു പോവാം. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും കേട്ടോ. പുറത്തുനിന്ന് തന്നെ കണ്ട ഒരു കുടം രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്.
അപ്പോൾ ഈ ബംഗാൾ ഭാഗത്തേക്കൊക്കെ കറങ്ങാൻ വരുമ്പോൾ കൽക്കട്ടയിലേക്കൊക്കെ ഇറങ്ങാൻ വരുമ്പോൾ ഈ ദുർഗാപൂജ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സൂപ്പറായിട്ട് ഇങ്ങനെ പാൻഡലുകളും എല്ലാം കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ഒന്നുമല്ല, ഇതിനും കൂടുതൽ നന്നായിട്ട് ചെയ്ത ഒരുപാട് പാൻഡലുകളുണ്ട് വേറെ സ്ഥലത്തും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാനിതുപോലെ വേറൊരു പാൻഡലിനെ പറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം പോയൊരു സ്ഥലത്തെ പറ്റിയിട്ടുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.